الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്തെങ്ങുമുള്ള വിശ്വാസിനികൾ ഒരു വിശിഷ്ടാതിഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത്. ലോക ജനതയുടെ 1/5 വരുന്ന ഏകദേശം 130 കോടി ജനങ്ങൾ ഈ അതിഥിയെ അഥവാ വിശുദ്ധ റമളാൻ മാസത്തിനെ സ്വീകരിക്കുവാൻ വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമെല്ലാം ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമാണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വർഷം തോറും സംഭവിക്കുന്ന ഒരു ലോകാത്ഭുതമാണ് വിശുദ്ധ റമളാൻ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അഥവാ അത്രയും അത്ഭുതകരമായ രൂപത്തിലുള്ള കാര്യങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതുമാണ് ആ മാസം എന്ന് നാം തിരിച്ചറിയുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന്, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അനുഗ്രഹ വർഷം ആരംഭിക്കാൻ പോകുന്ന ഘട്ടമാണ്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹങ്ങളെ കൊണ്ടും ആശീർവാദങ്ങളെ കൊണ്ടും നമ്മെ മൂടിപ്പുതയുകയാണ്. ഈ അനുഗ്രഹ വർഷം ആരംഭിക്കുന്ന സമയം തൊട്ട് നമ്മോട് ആവശ്യപ്പെടുന്നത് ആ പേമാരി വർഷിക്കുന്ന സമയത്ത്
നിങ്ങൾ ഒരു മൊട്ടക്കുന്നുകളായി മാറരുത് എന്നാണ്. അഥവാ വെള്ളം സംഭരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ സമീപ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് സമുദ്രത്തിലാണ്. അതുപോലെ നദിയിലും തടാകത്തിലുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജലം കെട്ടി നിൽക്കാറുള്ളത്. എന്നാൽ കുണ്ടും കുഴിയുമെല്ലാം നമ്മുടെ നാടുകളിലും പ്രദേശങ്ങളിലുമെല്ലാം ഉണ്ട്. അവിടെ അല്പമാത്രം വെള്ളം കെട്ടി നിൽക്കുകയും അതുതന്നെ അല്പം ചൂടേൽക്കുന്ന സമയത്ത് വറ്റി വരണ്ടു പോവുകയും ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വർഷമായിക്കൊണ്ട് അഥവാ പേമാരി വർഷമായിക്കൊണ്ട് വിശുദ്ധ റമളാൻ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മനസ്സുകളെല്ലാം സമുദ്രങ്ങളായി മാറണം. വർഷിക്കുന്ന പേമാരിയെ അഥവാ അനുഗ്രഹങ്ങളെയും കാരുണ്യത്തെയും മുഴുവനും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന വിധത്തിലുള്ള സമുദ്രങ്ങളും തടാകങ്ങളും നദികളുമായി നമ്മുടെ മനസ്സുകൾ മാറണം എന്നതാണ് ഈ സമയത്ത് നമുക്ക് ആദ്യമായി മനസ്സിലാക്കുവാനുള്ളത്. അതുപോലെ തന്നെ റമളാൻ എന്ന് പറയുന്നത് ഒരു അവസരമാണ്, ഒരു ചാൻസാണ്. ചാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കുന്നതല്ല. എപ്പോഴെങ്കിലും അല്ലെങ്കിൽ അവിചാരിതമായിട്ടൊക്കെ ലഭിക്കുന്നതിനാണ് നമ്മൾ ചാൻസ് എന്ന് പറയുന്നത്. ആ ചാൻസ് ലഭിക്കുന്ന സമയത്ത് അത് നാം മുതലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് അനുകൂലമാക്കി മാറ്റേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ നാം ഫുട്ബോൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കളികളിൽ ഏർപ്പെടുമ്പോഴോ അവർക്ക് ഇത്ര ചാൻസുകൾ കിട്ടി, പക്ഷേ അവർ അത് നഷ്ടപ്പെടുത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ റമളാൻ എന്ന് പറയുന്നത് ഒരു വലിയ ചാൻസ് ആണ്. വിശ്വാസിനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ലക്ഷ്യമായ സ്വർഗം നേടുവാനുള്ള, ആ ഗോളടിക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ അവസരങ്ങൾ മുതലാക്കുകയും നമുക്ക് അത് നേടിയെടുക്കുകയും ചെയ്യണമെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ആസൂത്രണങ്ങളുമെല്ലാം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ചില പണ്ഡിത വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്, ലൗ യഅലമുൽ ഇബാദു മാ ഫി റമളാൻ ലതമന്നത് ഉമ്മത്തി അൻ തകൂന സനതു കുല്ലഹാ റമളാൻ. ഈ റമളാനിന്റെ പ്രത്യേകതകളും നമ്മിലേക്ക് കടന്നു വരാനുള്ള റമളാനിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും മനുഷ്യർ മനസ്സിലാക്കുകയായിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിച്ചു പോകുമായിരുന്നു, വർഷം മുഴുക്കെ എന്നും റമളാനായി നിലനിന്നാൽ എത്ര നന്നായിരുന്നു എന്നവർ ആഗ്രഹിച്ചു പോകും എന്ന് ഇബ്നു ഹുസൈമ ഉദ്ധരിക്കുന്ന, തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വികാരം, എന്റെ ജീവിതത്തിലേക്ക് പടച്ചവനെ ഈ വിശുദ്ധ റമളാനിനെ കടന്നു വരുന്ന, അതിലേക്ക് ഞാൻ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ, ഭാഗ്യം എനിക്കുണ്ടാക്കി തരണമേ എന്നതാണ്. ആ ആഗ്രഹവും താല്പര്യവും ആവേശവും ഇഷ്ടവുമാണ് റമളാനിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്നാൽ ചുരുക്കം ചില ആളുകളിലെങ്കിലും ഇങ്ങനെയൊരു മാസം കടന്നു വരുന്നല്ലോ, ഞാൻ വിചാരിച്ചതുപോലെ ഭക്ഷണം കഴിക്കാനോ, ഞാൻ വിചാരിച്ചതുപോലെ സംസാരിക്കുവാനോ, ഞാൻ വിചാരിച്ചതുപോലെ കിടന്നുറങ്ങുവാനോ ഒന്നും കഴിയാത്ത അവസരങ്ങളാണല്ലോ ഇനി കടന്നു വരുന്നത് എന്ന ഒരു ചിന്താഗതിയും ചിലപ്പോഴൊക്കെ ആളുകളുടെ മനസ്സുകളിൽ കടന്നു വരാറുണ്ട്. അതിന് വിപരീതമായി വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത ആ ഇഷ്ടവും താല്പര്യവുമാണ്, അതിലേക്ക് എത്തിച്ചേരാനുള്ള എന്തെന്നില്ലാത്ത ഉൾക്കടമായ ആവേശമാണ് എന്ന് നാം മനസ്സിലാക്കുക. ഈ വിശുദ്ധ മാസത്തെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാസം വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് അതിനെ സ്വാഗതം ചെയ്യേണ്ടത്, വരവേൽപ്പുകൾ നമുക്ക് പരിചയമുണ്ട്. സ്വാഗതം ചെയ്യുന്ന രൂപങ്ങളെ നമുക്കറിയാം. പ്രധാനികളായ, നേതാക്കളായ, ഭരണാധികാരികളായ
പലരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിചയമുണ്ട്. ചേതോഹരങ്ങളായ പൂക്കളും അതുപോലെ പൂക്കളങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. വർണ്ണ ബലൂണുകളും വൈദ്യുത ദീപാലങ്കാരങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. തോരണങ്ങളും വർണ്ണക്കടലാസുകളും വെടിക്കെട്ടുകളും ശൃംഗാരിമേളങ്ങളും അതുപോലെ തന്നെ ആനയെ കൊണ്ട് എഴുന്നള്ളിപ്പിക്കലും അങ്ങനെയുള്ള ഒരുപാട് സ്വീകരണങ്ങളും ആഘോഷങ്ങളും നമുക്ക് പരിചയമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പരിചയമുള്ളൂ. അഥവാ അത്തരത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും സ്വീകരണങ്ങളും മാത്രമേ സ്വീകരണമായി തീരുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണയും നമുക്കുണ്ട്. എന്നാൽ ഇസ്ലാം നമ്മോട് റമളാനിനെ സ്വീകരിക്കുവാൻ പറയുന്നത് ശുദ്ധ മനസ്സോട് കൂടിയിട്ടാണ്, നല്ല ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമളാൻ കടന്നു വരുന്നതിന് മുമ്പേ സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. അത്താക്കും ശഹ്റു റമളാൻ ശഹ്റും മഗ്ഫിറ ജസാകുമുല്ലാഹു ഫീഹി അർറഹ്മ വയുഹിലുൽ ഖതായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഉണർത്തുമായിരുന്നു. നിങ്ങൾക്കിതാ ഒരു പരിശുദ്ധമായ മാസം നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നോമ്പ് നോൽക്കണമെന്ന് നിങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അവന്റെ കാരുണ്യവും അനുഗ്രഹവും അവൻ നിങ്ങളുടെ മേൽ തുറക്കപ്പെടുന്ന മാസമാണത്. അവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുന്ന മാസമാണ്. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റുന്ന മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. ആ തിരുവചനത്തിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, ആ മാസത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് തടയപ്പെട്ടവനാരോ അവനാകുന്നു തടയപ്പെട്ടവൻ. ഇത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു മാസത്തിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ട് അതിനുള്ള അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുവാൻ സാധിക്കാതെ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന വിധത്തിലാണ് നമ്മുടെ ജീവിതം കടന്നുപോയത് എങ്കിൽ അതിനേക്കാൾ വലിയ നിർഭാഗ്യവാനായിട്ട് മറ്റാരും തന്നെ ഇല്ല എന്ന് പ്രവാചകൻ സ്വഹാബത്തിനെ ഉണർത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ ഒരു സഹോദരന് തന്റെ സഹാബിക്ക് സംശയ നിവാരണം ചോദിച്ചപ്പോൾ നിവാരണം വരുത്തി കൊടുക്കുകയാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ആ രണ്ടാളുകൾ ഒന്നിച്ചാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്, ഒന്നിച്ചാണ് ഇസ്ലാമിന് സേവനങ്ങൾ ചെയ്തത്. അങ്ങനെ അവർ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ജീവിത രീതിയിൽ അവർ മത്സരിച്ചുകൊണ്ട് മുന്നേറുകയായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ രണ്ടാളിൽ ഒരാൾ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അവർ മരണപ്പെട്ട ഉടനെ തന്നെ അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലെത്തുകയും അവിടെ പച്ച പറവകൾക്കുള്ളിൽ ആ ആത്മാവിനെ നിക്ഷേപിക്കുകയും മരണം വരെ അവർ സ്വർഗത്തിൽ തന്നെ ആ പറവകൾക്കുള്ളിൽ ആത്മാവായിക്കൊണ്ട് പാറിക്കളിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ ശുഹദാക്കളായ ആളുകൾക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ശ്രേഷ്ഠത ലഭിക്കുന്ന രൂപത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയി, മറ്റേയാൾ പിന്നെയും ജീവിച്ചു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മറ്റേയാൾ മരണപ്പെട്ടു പോകുന്നത്. ആ മരണപ്പെട്ടു പോയി. അങ്ങനെ ആ രണ്ടാളുകളെ സംബന്ധിച്ചുകൊണ്ട് ഇയാൾ സ്വപ്നം കാണുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണ നടക്കുകയും അങ്ങനെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോ ഷഹീദിനെ അല്ല ആദ്യം വിളിച്ചത്, മറിച്ച് ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളെയാണ്. അങ്ങനെ അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട്, ഞാനിതാ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് പ്രവാചകരെ, അതിന്റെ വിശദീകരണം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാം. ഈ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് അയാൾക്ക് ഒരു റമളാൻ കൂടി കിട്ടിയിട്ടുണ്ട്, അതിൽ അയാൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ആ ഷഹീദിനേക്കാൾ മുൻകടക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുള്ളത്. അഥവാ ഒരൊറ്റ റമളാൻ കൊണ്ട് ഒരു ഷഹീദിനെ വരെ മറികടന്നുകൊണ്ട്
സ്വർഗത്തിലെത്താൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മാസമാണത് എന്നാണ് ഈ തിരുവചനത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിശുദ്ധ റമളാൻ കടന്നു വരുന്ന സമയത്ത് പ്രവാചകൻ സ്വഹാബത്തിനെ ഉണർത്തുന്നു, യൻദുറുല്ലാഹു ഇലാ തനാഫുസിക്കും ഫീ, ആ മാസത്തിലുള്ള നിങ്ങളുടെ മത്സരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വയുബാഹി ബിക്കും മലായികതഹു, നിങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ സമീപത്തുള്ള ആ മലായികത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുമ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്റെ ദാസന്മാരെ നോക്കൂ, പട്ടിണി കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി എന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി, എന്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ടി പട്ടിണി കിടന്ന് ദാഹം സഹിച്ച് അവരതാ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്റെ സമീപസ്ഥരായ മലായികത്തുകളോട് അള്ളാഹു നമ്മെക്കുറിച്ച് ആ രൂപത്തിൽ പെരുമ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ വിശുദ്ധ മാസത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകൾ ഖൈറായ കാര്യങ്ങൾ മാത്രം, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ഇതിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ അള്ളാഹുവിനെ നമ്മൾ നന്മകൾ തന്നെ കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാസത്തിൽ ജീവിച്ചിട്ട് അതിന്റെ ഭാഗ്യം കൊയ്യാൻ കഴിയാത്തവനാണ്, അതിന്റെ ഭാഗ്യം നേടിയെടുക്കാൻ കഴിയാത്തവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തിരുവചനത്തിലൂടെ ഉണർത്തിത്തരുന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇങ്ങനെ റമളാനിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മുടെ മനസ്സുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വർഷം തോറും ഒരുപക്ഷെ നമ്മൾ അത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ അതിനനുസരിച്ചുകൊണ്ട് പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന ചോദ്യം നമ്മുടെ മനസ്സുകളോട് നാം ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. അതുപോലെ റമളാൻ എന്ന് പറയുന്ന മാസം, ഷഹ്റു റമളാൻ എന്ന് പറയുന്ന മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ള ഒരേ ഒരു മാസമാണ്. ഹജ്ജിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ദുൽഹജ്ജ് മാസം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടില്ല. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളിലാണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു മാസങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകൾ പല ആയത്തുകളും കാണാം. എന്നാൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠകരമായ ഒരു മാസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നാം പ്രവേശിക്കാൻ പോകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ വേദങ്ങളെല്ലാം ഇറങ്ങിയിട്ടുള്ള തൗറാത്ത്, ഇഞ്ചീല്, സബൂറ്, അവസാനത്തെ വേദമായ വിശുദ്ധ ഖുർആൻ, ഇതെല്ലാം ഇറങ്ങിയിട്ടുള്ളത് വിശുദ്ധ റമളാനിന്റെ വിവിധ നാളുകളിലായിരുന്നു എന്ന് പറയുന്ന ഹദീസുകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ വിശുദ്ധ റമളാൻ മാസത്തിൽ നാം ചെയ്യുന്ന ഇബാദത്ത്, ആ ഇബാദത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തന്നിലേക്ക് ചേർത്തു പറയുകയാണ്. എല്ലാ ഇബാദത്തും അല്ലാഹുവിനുള്ളതാണ്, അതിന്റെ പ്രതിഫലമെല്ലാം നൽകുന്നത് അല്ലാഹുവാണ്. എന്നാൽ ഈ ഇബാദത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ചേർത്തു പറയുന്നു, അസ്സൗമു ലീ വ അനാ അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന്റെ പ്രതിഫലം നൽകുന്നത്. അഥവാ മറ്റെല്ലാ ഇബാദത്തിനേക്കാളും അപ്പുറമുള്ള ഒരു പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിനും അതുപോലെ തന്നെ അതിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പിനും നൽകിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മുർനി ബി അമലിൻ യുദ്ഖിലുനി അൽ ജന്ന, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിനെ പറ്റുന്ന ഒരു ഇബാദത്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. ഓരോ ഇബാദത്തുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്.
പ്രാധാന്യമുണ്ട്, പ്രതിഫലമുണ്ട്, എല്ലാമുണ്ട്. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന ഒരു ഇബാദത്ത് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിക്കുക എന്ന. നീ നോമ്പനുഷ്ഠിക്കുക. ഫഇന്നഹു ലാ ഇദല ലഹു, അതിന് സമം വെക്കാൻ വേറൊന്നില്ല, അതിന് സമം വെക്കാൻ വേറൊന്നില്ല. അതുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹമാണോ നിനക്കുള്ളത് എങ്കിൽ നീ നോമ്പനുഷ്ഠിക്കുക എന്നാണ്. നമുക്കറിയാലോ, മനുഷ്യനെ മാനസികമായും ആത്മീയമായുമെല്ലാം വളർത്തുന്നതിൽ റമളാനിനും നോമ്പിനും വളരെ വലിയ പങ്കുണ്ട് എന്ന്. ഒരാൾക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് നീ നോമ്പനുഷ്ഠിക്കുക എന്നാണ്. അഥവാ നിന്റെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ, കടിഞ്ഞാണില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചുകെട്ടാൻ, ഒരു കുറ്റിയിൽ തളച്ചിടാൻ നോമ്പിന് സാധിക്കുമെന്നാണ്. ഇങ്ങനെ വിവിധങ്ങളായ തരത്തിലുള്ള ശ്രേഷ്ഠതകളും പ്രാധാന്യവും ഈ വിശുദ്ധമായ മാസത്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം ഈ നോമ്പിന്റെ മുന്നോടിയായിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മാനസികമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമവും പ്രവർത്തനവും പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ നേരെയാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ റമളാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഖൽബിനെയാണ് നേരെയാക്കേണ്ടത്. സുമ്മിയൽ ഖൽബു ബിതഖല്ലുബിഹി, എന്തുകൊണ്ടാണ് ഖൽബ് എന്ന പേര് നൽകിയിട്ടുള്ളത്? ആ ഖൽബ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന. ചില ഹദീസുകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരാള് തന്റെ ഹവാത്തിം, അവസാനം എങ്ങനെയാണോ അവൻ മരണപ്പെടുന്നത് അതിനനുസരിച്ചു കൊണ്ടാണ് അവരെ പരിഗണിക്കപ്പെടുക എന്നത് ഒരു ഹദീസിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താഗതികൾ, അവന്റെ വൈകാരിക മേഖലകൾ, അവന്റെ ചിന്തകൾ എല്ലാം തന്നെ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹുവിൽ സബ്ബിത് ഖൽബി അലാ ദീനിക്, നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, പടച്ചോനെ ഈ ഹൃദയങ്ങളെ മാറ്റി മറിച്ചു കൊണ്ടിരിക്കുന്നവനെ, വ്യത്യസ്തമായ ചിന്താഗതികളും ആലോചനകളും കൊണ്ടുവരുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ മാർഗത്തിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മനസ്സെങ്ങനെയാണോ അതിനനുസരിച്ചു കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഇബാദത്തുകളും അവന്റെ ജീവിത ചര്യകളും എല്ലാം തന്നെ ഉണ്ടായിത്തീരുക. ഹസനുൽ ബസരി റഹിമഹുല്ലാ തന്റെ ഒരു വചനത്തിലൂടെ പറയുന്നു, ഇന്നല്ലാഹ തആല ജഅല ശഹ്റ റമളാൻ മിദ്മാറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ആണിയായിട്ടാണ് എന്ന്. അഥവാ ഇളകിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെ ഉറപ്പിച്ചു നിർത്താൻ സാധാരണഗതിയിൽ നാം ആണി തറക്കാറാണ്, അല്ലെങ്കിൽ പശ തേച്ച് ഒട്ടിക്കാറാണ് പതിവ്, അത് ഇളകാതിരിക്കണമെങ്കിൽ. അതുകൊണ്ട് ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിനെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിദ്മാറായിക്കൊണ്ട് ഈ മാസത്തെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാ പറയുകയാണ്. അതുപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശരീരം രോഗാതുരമാകുന്നത് പോലെ, ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ മനസ്സിന് രോഗം ബാധിക്കും. ആ മനസ്സിന് രോഗം ബാധിച്ചാൽ നാം അത് പരിഹരിക്കണമെങ്കിൽ, അത് മാറിക്കിട്ടണമെങ്കിൽ, ശരീരത്തിന് രോഗം ബാധിച്ചാൽ നാം ഡോക്ടറെയോ അതുപോലെയുള്ള ആളുകളെയോ സമീപിക്കുന്നത് പോലെയല്ല, മറിച്ച് മനസ്സിന് രോഗം ബാധിച്ചാൽ അത് മാറ്റിയെടുക്കേണ്ടത് തൗബയിലൂടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും കറ പിടിച്ചതായി തീരും. ആ കണ്ണാടിയിൽ പലപ്പോഴും പൊടിപടലങ്ങൾ പിടിക്കുന്നത് പോലെ. ഇപ്പൊ ഈ സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു പാരമ്പര്യമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നനച്ചുകുളി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കാറുണ്ട്. നമ്മുടെ വീടും പരിസരവും ഫർണിച്ചറുകളും ബാക്കിയുള്ള കണ്ണാടിയും ചില്ലും എല്ലാം തുടച്ചു വൃത്തിയാക്കുക എന്നതാണ്.
ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നാം അത് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലേക്ക് റമദാൻ കടന്നു വരുമ്പോ ആ ഒരു നല്ല സൗന്ദര്യത്തോടു കൂടി തന്നെ കടന്നു വരട്ടെ എന്ന ആലോചനയോടുകൂടി, അങ്ങനെ ആ മനസ്സിലും ഇതുപോലെയുള്ള പൊടിപടലങ്ങൾ ഉണ്ടാകാം. കണ്ണാടിയിൽ വേണ്ടാത്ത കാര്യങ്ങൾ, പൊടിപടലങ്ങൾ പറ്റിപ്പിടിക്കുന്നത് പോലെ, മാലിന്യങ്ങൾ നിറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലും മാലിന്യങ്ങൾ നിറയും. ആ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങണമെങ്കിൽ അവിടെ സ്വീകരിക്കേണ്ടത് ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്, അവനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം നഗ്നമാകുന്നത് പോലെ നമ്മുടെ മനസ്സും നഗ്നമാകും. വസ്ത്രം ധരിക്കാതിരുന്നാൽ ശരീരം നഗ്നമാകുന്നത് പോലെ നമ്മുടെ മനസ്സും നഗ്നമായി തീരുന്നതാണ്. അങ്ങനെ നഗ്നമായി തീർന്നാൽ അത് പരിഹരിക്കേണ്ടത് തഖ്വാ ബോധത്തിലൂടെയാണ്. ഇതെല്ലാം നേടിത്തരുന്ന ഒരു അറബി കവിതയിൽ നമുക്ക് കാണാം, വമല്ലം യൽബസ് ലിബാസം മിനത്തുഖാ തഖല്ലുബ ഉരിയാനൻ വഇൻ കാന കാസിയ. ഒരാൾ തഖ്വയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അയാൾ വസ്ത്രം ധരിക്കാത്തവനെ പോലെയാണ്, വിവസ്ത്രനെ പോലെയാണ്. അപ്പൊ പുറമെ എത്ര മോടിയുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാലും അവന്റെ മനസ്സിനെ വസ്ത്രം ധരിപ്പിക്കണം. അതാണ് ഏറ്റവും ഭംഗിയുണ്ടാകേണ്ടത്, ഏറ്റവും നല്ലതാവേണ്ടത്. അതുകൊണ്ട് തഖ്വാ ബോധം കൊണ്ട് മനസ്സിന് വസ്ത്രം ധരിപ്പിക്കണം. അഥവാ പറഞ്ഞതിന്റെ ചുരുക്കം, റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മെ നന്നാക്കുവാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്കൊരു സമ്മാനമായി നൽകിയിരിക്കുകയാണ്. നാം നന്നായി തീരാൻ, നമ്മെ നന്നാക്കിയെടുക്കാൻ, നമ്മുടെ മനസ്സും ശരീരവും ആത്മീയതയും എല്ലാം നന്നാക്കിയെടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു മഹാത്ഭുതമായി കൊണ്ട് ഈ റമളാനിനെ നമ്മൾ കാണുകയും അങ്ങനെ അള്ളാഹുവിന്റെ ഈ വിളിക്ക് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കുകയും വേണം. ഞാൻ ഓതിവെച്ച ആയത്ത്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, വിശ്വാസികളായ ആളുകളെ അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, അള്ളാഹു ഇങ്ങനെ പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഇന്നാലിന്ന പ്രതിഫലങ്ങളുണ്ട്, പ്രാധാന്യങ്ങളുണ്ട്, ശ്രേഷ്ഠതകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്ന മറുപടി അയ്യഖൂലു സമിഅനാ വഅതഅനാ, എല്ലാം ഞങ്ങൾ കേട്ടു, എല്ലാം ഞങ്ങൾ അനുസരിക്കുകയും ചെയ്യും. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരത്രേ വിജയികളായി തീരുന്ന ആളുകൾ എന്ന്. നാം ഇന്നോ നാളെയോ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ നിശ്ചലനായി മറ്റുള്ളവരുടെ മുമ്പിൽ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി കടന്നു കൊടുക്കുന്നവരാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ യഥാർത്ഥമായ ജീവിതം കിടക്കുന്നത്. അനശ്വരമായ, അനന്തമായി തുടരുന്ന, അനുസ്യൂതമായി തുടരുന്ന ആ പാരത്രിക ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടുകളാക്കി ഈ ദുനിയാവിനെ മാറ്റാൻ ഇതുപോലെയുള്ള ഗോൾഡൻ ചാൻസുകളെ, സുവർണാവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഉസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. വിശുദ്ധ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സുകളിലെല്ലാം ഉണ്ടാകേണ്ടുന്ന ചിന്തകളെ കുറിച്ചാണ് നാം സംസാരിച്ചിട്ടുള്ളത്. റമള് എന്ന് പറയുന്ന പദം തന്നെ സൂചിപ്പിക്കുന്നതും അതാണ്. റമള് എന്ന് പറഞ്ഞാൽ അറേബ്യയിലൊക്കെ ഇടക്ക് പെയ്യുന്ന ഒരു മഴ, വേനൽ കടുത്തിരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായി ഇടക്ക് വരുന്ന ഒരു മഴ എന്നാണ് ആ പദത്തിന്റെ അറബിയിലുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്നാൽ ആ പദത്തെ റമളാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കരിച്ചു കളയുന്നത് എന്നാണ്. കരിച്ചു കളയുന്നത് എന്ന്, അഥവാ പാപങ്ങളെ കരിച്ചു കളയുന്നതാണ്.
തെറ്റുകുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. അവന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മഴയായി, കുളിർമഴയായി, പെരുമഴയായി നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന ഈ വിശുദ്ധമായ മാസം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്ഫടിക സമാനം നമ്മുടെ മനസ്സിനെ മാറ്റാൻ ശക്തിയുള്ളതാണ് എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയും അതുതന്നെയാണ്. ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരാൾ, അയാൾ ആ യാത്ര കഴിയുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലും മുഖത്തും വസ്ത്രത്തിലുമെല്ലാം ആ യാത്രയുടെ അടയാളങ്ങളും ഒരുപാട് മാലിന്യങ്ങളുമെല്ലാം ഉണ്ടാകും. അയാൾ വെള്ളമെടുത്ത് മുഖമൊന്ന് നന്നായി കഴുകിയാൽ, അതല്ലെങ്കിൽ ഒന്ന് നന്നായി കുളിച്ചാൽ എന്തൊരാശ്വാസമാണ് അയാൾക്കുണ്ടാവുക. നമ്മൾ ഓഫീസിലൊക്കെ ജോലി ചെയ്ത്, അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ അധ്യാപനം നടത്തി, അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്തി നല്ല സുഖമായി സുന്ദരമായി ഒന്ന് കുളിച്ചാൽ എന്തൊരാശ്വാസമുണ്ടാകും, എന്തൊരു സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും. അങ്ങനെ ഒരു അവസരമാണ് റമളാൻ. 11 മാസക്കാലം നമ്മളൊരു നെട്ടോട്ടത്തിലായിരുന്നു, ഒരു അലച്ചിലായിരുന്നു. ആ ഓട്ടത്തിനിടയിൽ പലതും സംഭവിച്ചു പോയിട്ടുണ്ട്. പലതും അരുതായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാകും. തെറ്റുകുറ്റങ്ങളെല്ലാം വന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ അരുതായ്മകൾ സംഭവിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു ഹിമയുണ്ടായിരുന്നു. നമുക്ക് പ്രവേശിക്കാൻ പാടുള്ള ഒരു പ്രദേശവും പാടില്ലാത്ത പ്രദേശവും, അവിടെയെല്ലാം വിലക്കുകൾക്ക് വില കൽപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം, അഥവാ നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കാത്തവർ ആരും ഉണ്ടാവുകയില്ല. ഈ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തിയാൽ ആ യാത്ര കഴിഞ്ഞ് മാലിന്യങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് നല്ല സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി കഴിയുന്ന ആളെപ്പോലെ ഈ വിശുദ്ധ റമളാനിൽ നമ്മാൽ കഴിയുന്ന വിധത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നത് തീർച്ചയാണ്. റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അതൊരു ആലസ്യത്തിൻ്റെതാകരുത്, അത് അലസതയുടേതാകരുത്. നമ്മുടെ പലപ്പോഴും പല ആളുകളുടെയും ശീലം അതാണ്. അഥവാ റമളാൻ അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമസ്കരിക്കുന്ന ആളുകൾ തന്നെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് ഒരൊറ്റ കിടത്തമാണ് അവർ. പിന്നീട് അവർ ഉണരുന്നത് 10-11 മണിയാകുന്ന സമയത്തായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ളുഹർ നമസ്കരിച്ച ശേഷം വീണ്ടും ഒരു ഉറക്കമായിരിക്കും. എന്നാൽ അത്തരത്തിലുള്ള ഉറങ്ങി തീർക്കുവാനുള്ള അവസരങ്ങളായിട്ട് ഒരിക്കലും റമളാനിനെ നാം കാണുവാൻ പാടില്ല. അതുപോലെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോഴോ നമുക്കൊക്കെ, നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ, നമ്മുടെ സമുദായത്തിലുള്ളവർക്കൊക്കെ ഉള്ള പണി എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആണ്. വസ്ത്രങ്ങൾ എടുക്കാൻ, അതുപോലെ തന്നെ മറ്റു പല സാധനങ്ങളും വാങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ നമ്മൾ അതിനങ്ങ് നീക്കി വെക്കുകയാണ്. അതുകൊണ്ട് നാം തിരിച്ചറിയുക, വസ്ത്രങ്ങൾ എടുക്കേണ്ടതാണ്, കഴിയുമെങ്കിൽ പുതുവസ്ത്രം ധരിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള വല്ല ആവശ്യങ്ങളും നമുക്കുള്ളത് ഒരുപക്ഷെ റമളാനിന് മുമ്പ് തന്നെ ഇനിയുമുണ്ട് അല്പ ദിവസങ്ങൾ കൂടി. അപ്പോൾ നാം വസ്ത്രം എടുത്തു വെക്കുക. അതല്ലെങ്കിൽ ഏറ്റവും ആദ്യ നാളുകളിലെങ്കിലും, കാരണം എനിക്ക് ഈ മാസം മുഴുവൻ ഇബാദത്തുകളെ കൊണ്ട് നിറക്കണം, ഒരു നിമിഷവും എനിക്ക് ഒഴിവാക്കാനില്ല. എന്റെ സംസാരത്തിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, ചിന്തകളിൽ പോലുമാകട്ടെ, ഒരു നിമിഷം പോലും എനിക്ക് വെറുതെ കളയാനില്ല എന്ന രൂപത്തിലാകണം. ഈ ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നടന്നത് റമളാൻ മാസത്തിലാണ്. നാം പറയാറുള്ള ബദർ യുദ്ധം അത് നടന്നത് റമളാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ മക്ക വിജയം നടന്നത് ഹിജറ 8 റമളാൻ മാസത്തിലാണ്. ഖാദിസിയ്യ യുദ്ധം നടന്നത്, പേർഷ്യക്കാരുമായുള്ള ഖാദിസിയ്യ യുദ്ധം നടന്നത് റമളാൻ മാസത്തിലാണ്. അത് ഹിജറ 15 ക്രിസ്ത്യാനികളിൽ നിന്ന് സ്പെയിൻ തിരിച്ചു പിടിച്ചിട്ടുള്ളത് ഹിജറ 95 ഒരു റമളാൻ മാസത്തിലാണ്. സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യുദ്ധം വിജയിച്ചത് ഹിജറ 584 മംഗോളിയനിൽ നിന്ന് ബഗ്ദാദ് മോചിപ്പിച്ചത് ഹിജറ 658 അഥവാ ചരിത്ര പ്രധാനങ്ങളായ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ളത്, ഇസ്ലാമിന്റെ പേരും പ്രശസ്തിയും വിജയവും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നത് റമളാനിലാണ്.
അപ്പൊ റമളാൻ എന്നത് അലസതയോടുകൂടി ഉറങ്ങാൻ നീക്കിവെച്ചതല്ല നമ്മുടെ മുൻകാലക്കാരായ ആളുകൾ. നമുക്കും പ്രവർത്തിക്കാം. ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ മറ്റ് നന്മകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഫിത്ർ സക്കാത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റ് കാര്യങ്ങളും എല്ലാം ആയിക്കൊണ്ട് എങ്ങനെയെല്ലാം എനിക്ക് ദീനുമായി അടുക്കാൻ സാധിക്കുമോ ആ രൂപത്തിൽ നമ്മൾ പ്രവർത്തനത്തിൽ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ മാതാക്കളുണ്ട്, അതുപോലെ നമ്മുടെ മറ്റാളുകളൊക്കെ ഉണ്ട്. അവരെ എല്ലാവരെയും അതിൽ പങ്കാളികളാക്കാനും ശ്രമിക്കണം. ദീനീ സദസ്സുകളും ദീനീ വേദികളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതുമായി സഹകരിക്കുവാനും പഠിക്കുവാനും ഖുർആൻ പറഞ്ഞ നമുക്കെല്ലാം ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും കുടുംബമടക്കം ആ നരകത്തിൽ നിന്ന് നിങ്ങൾ കാക്കണം എന്ന് പറയുന്നത് ആ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ നമ്മളിങ്ങനെ സ്വർഗത്തിലേക്കുള്ള വരിയിലാണ്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഇപ്പുറത്തിട്ട് നരകത്തിലേക്കുള്ള വഴിയിൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ഈ വിശുദ്ധ റമളാനിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോ അങ്ങനെ മഹാഭാഗ്യവാന്മാരായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധി നാഥനായ തമ്പുരാനെ, കരുണാമയനായ റബ്ബേ, ദയാപരനായ രക്ഷിതാവേ, ഈ അനുഗ്രഹപൂർണമായ വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും അതിൽ പങ്കാളികളാക്കുവാനുള്ള സന്മനസ്സും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഞങ്ങളിൽ നിന്നുണ്ടാവുന്ന അവസ്ഥ നീ ഉണ്ടാക്കി തരണമേ റഹ്മാനെ. വിശുദ്ധ റമളാൻ മാസത്തിൽ എല്ലാ നല്ല കാര്യങ്ങളുമായി കൊണ്ട് പരമാവധി പങ്കാളികളാകുവാൻ, അങ്ങനെ നിന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ കഴിയുന്ന വിശ്വാസിനികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളിൽ ഉള്ള പാപക്കറകൾ മുഴുവനും കഴുകിക്കളിയുന്ന വിധത്തിൽ നിൻ സ്മടിക സമാനം വെട്ടിത്തിളക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളായി മാറാൻ കടന്നു വരുന്ന റമളാനിലൂടെ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.